BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. കുടിയിറക്കൽ ഭീഷണിക്കെതിരെ മുനമ്പത്ത് നൂറുകണക്കിന് കുടുംബങ്ങൾ നടത്തുന്ന ഭൂസംരക്ഷണ സമരം ഇന്ന് 150-ാം ദിവസത്തേക്ക് കടന്നു. ഇതോടനുബന്ധിച്ച് 1989 മുതൽ 93 വരെയുള്ള കാലയളവിൽ ഫറൂഖ് കോളേജിൽ നിന്ന് ഭൂമി വില കൊടുത്ത് വാങ്ങിയ 218 കുടുംബങ്ങളിൽ നിന്നുള്ള 150 വയോധികർ ഇന്ന് ഉപവാസത്തിൽ പങ്കെടുത്തു. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയായിരുന്നു സമരം. ബിഷപ്പുമാരായ ഡോക്ടർ ജോസഫ് കാരിക്കാശ്ശേരി, ഡോക്ടർ ജോസഫ് കാരിയിൽ തുടങ്ങിയവർ വൈകിട്ട് 4-ന് സമരപ്പന്തലിൽ പ്രസംഗിച്ചു. കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ, കോട്ടപ്പുറം രൂപത ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ, KRLCC സെക്രട്ടറി ഡോക്ടർ ജിജു അറക്കത്തറ തുടങ്ങിയവർ സമരപ്പന്തലിലെത്തും. നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന ചെയർമാൻ കുരുവിള മാത്യൂസ് ഉദ്ഘാടനം ചെയ്യുന്ന വാഹനജാഥ കുമ്പളങ്ങിയിൽ നിന്ന് ജില്ലാ പ്രസിഡന്റ് ജോർജ് ഷൈനിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച് വൈകിട്ട് 4-ന് സമരപ്പന്തലിലെത്തുമെന്നും ഭൂസംരക്ഷണ സമിതി ഭാരവാഹികൾ അറിയിച്ചു. പണം നൽകിയാൽ ഏതു പേരിലും ആധാർ കാർഡ് നിർമ്മിച്ച് നൽകുന്ന സംഘം പെരുമ്പാവൂരിൽ പോലീസിന്റെ പിടിയിൽ. ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂരിന്റെ ഭാഗമായി നടന്ന പരിശോധനയിലാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മുറിയിൽ വ്യാജ ആധാർ കാർഡ് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയത്. താഴത്തെ നിലയിലെ അസം മൊബൈൽ ഷോപ്പിലാണ് വ്യാജരേഖ നിർമ്മിക്കുന്ന കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട അസം സ്വദേശി ഫാരിസുൽ ഇസ്ലാമിനെതിരെ പെരുമ്പാവൂർ ASP ശക്തി സിംഗ് ആരയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. അസം സ്വദേശി റെയ്ഹാനുദ്ദീനെ കസ്റ്റഡിയിലെടുത്തു. അതിഥി തൊഴിലാളികൾക്കാണ് ഇയാൾ രേഖകൾ നിർമ്മിച്ചു നൽകുന്നത്. ഏതു പേരിലും ഏത് ഫോട്ടോ ഉപയോഗിച്ചും ആധാർ കാർഡ് നിർമ്മിച്ചു നൽകും. ഒരേ ഫോട്ടോ ഉപയോഗിച്ച് വിവിധ പേരുകൾ നിർമ്മിച്ച വ്യാജ ആധാർ കാർഡുകൾ കണ്ടെടുത്തു. ആധാർ കാർഡുകൾ, ലാപ്ടോപ്പ്, പ്രിന്റർ, മൊബൈൽ ഫോണുകൾ, 1,00,000-ഓളം രൂപ എന്നിവയും പിടികൂടി. സംഭവത്തിൽ കൂടുതൽ പ്രതികളും മൊബൈൽ ഷോപ്പുകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും നിഗമനം. പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. ഏതാനും ദിവസം മുൻപ് ടൈൽ വിരിച്ച ഇലഞ്ഞി നെല്ലൂരുപാറ PWD റോഡ് ജല അതോറിറ്റി അനധികൃതമായി കുഴിച്ചതായി പരാതി. കാലാനിമറ്റത്ത് നിന്ന് ഇലഞ്ഞി നെല്ലൂരുപാറ റോഡിലേക്ക് പ്രവേശിച്ച് 200 മീറ്റർ മാറി വളവിലാണ് PWDയുടെ അനുമതിയില്ലാതെ ടൈൽ പൊളിച്ച് നീക്കി ജല അതോറിറ്റി അറ്റകുറ്റപ്പണികൾക്കായി മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുത്തത്. 15 മീറ്റർ നീളത്തിലും 2 മീറ്റർ താഴ്ചയിലുമാണ് കുഴി. PWD അധികൃതർ പോലീസിൽ പരാതി നൽകി. ഓഫീസിന്റെ അറിവോടെയല്ല കോൺട്രാക്ടർ റോഡ് കുഴിച്ചതെന്നും ഇക്കാര്യം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടെന്നും ജല അതോറിറ്റി അധികൃതർ പറഞ്ഞു. ഇതേ റോഡിൽ മറ്റൊരിടത്തും അനുമതി വാങ്ങാതെ ജല അതോറിറ്റി കുഴിച്ചതായും പരാതിയുണ്ട്. പലയിടത്തും റോഡ് കുഴിച്ചത് ജല അതോറിറ്റി പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. എറണാകുളം ജില്ലയിൽ പലയിടങ്ങളിലും അനുഭവപ്പെടുന്ന ചൂട് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തി. രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേസമയം കളമശ്ശേരി, ചൂണ്ടി എന്നിവിടങ്ങളിലെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയ കൂടിയ ചൂട് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. മാർച്ചിന്റെ തുടക്കത്തിൽ തന്നെ ചൂട് ക്രമാതീതമായി ഉയരുന്നുവെന്നതാണ് ഇതിന്റെ സൂചന. കൊച്ചി വ്യോമത്താവളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 32.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അന്തരീക്ഷ ഈർപ്പം കൂടുതലായതിനാലാണ് അനുഭവപ്പെടുന്ന ചൂട് കൂടുന്നത്. തീരദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ അന്തരീക്ഷ ഈർപ്പം മിക്കപ്പോഴും 50% മുകളിലാണ്. കാട്ടിൽ ചൂട് കൂടിയതോടെ വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ നാട്ടിലിറങ്ങുന്നതിനാൽ പ്ലാന്റേഷൻ നിവാസികൾ ഭീതിയിൽ. അതിരപ്പള്ളി, കല്ലാല എസ്റ്റേറ്റുകളിൽ വന്യമൃഗശല്യം രൂക്ഷമായി. വേനൽ കടുക്കുമ്പോൾ വനത്തിൽ വെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ലഭ്യത കുറയുന്നതിനെ തുടർന്നാണ് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. ചില വനമേഖലകളിൽ കുളം കുഴിച്ച വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുന്നുണ്ട്. കല്ലാല അതിരപ്പള്ളി എസ്റ്റേറ്റിന് സമീപത്തെ വനത്തിനുള്ളിൽ പ്ലാന്റേഷൻ കോർപ്പറേഷനും വനംവകുപ്പും ചേർന്ന് വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ എടുക്കണമെന്നും പ്ലാന്റേഷൻ തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. വനത്തിൽ മരങ്ങളില്ലാത്തയിടങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കണം. കഴിഞ്ഞ ദിവസം വൈകിട്ട് കല്ലാല എസ്റ്റേറ്റിൽ കുളിരാംതോട് ഭാഗത്ത് 4 കാട്ടാനകൾ ഇറങ്ങി തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സിനോട് ചേർന്ന് നിൽക്കുന്ന എണ്ണപ്പനകൾ കുത്തിമറിച്ചിട്ട് കാട്ടാനകൾ തിന്നു. തൊഴിലാളികൾ ഭീതിയോടെയാണ് ഇത് കണ്ടത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011172 ബന്ധപ്പെടാവുന്നതാണ്.
സഹോദരിയുടെ ഭർത്താവിനെയും ഒപ്പമുണ്ടായിരുന്നവരെയും സർജിക്കൽ ബ്ലേഡും സ്ക്രൂഡ്രൈവറും ഉപയോഗിച്ച് ആക്രമിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. പള്ളിപ്പുറം കൊല്ലംകോട് വീട്ടിൽ സഞ്ജുവാണ് പിടിയിലായത്. തൃശൂർ സ്വദേശിയായ സിനോജ്, സഹോദരൻ സിജു, ബന്ധു സനു എന്നിവരെ കഴിഞ്ഞ ദിവസം ചെറായി ബീച്ചിൽ വെച്ച് കാർ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സഹോദരി ഭർത്താവായ സിനോജ് ആരംഭിക്കുന്ന റിസോർട്ടിന്റെ നടത്തിപ്പ് ചുമതല നൽകാത്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നും പോലീസ് അറിയിച്ചു. വധശ്രമത്തിന് കേസെടുത്ത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മുനമ്പം ഇൻസ്പെക്ടർ KS സന്ദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത്. അതേസമയം സഞ്ജുവിനെ ടോർച്ച് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു എന്ന പരാതിയിൽ സിനോജ്, സിജു, സനു എന്നിവർക്കെതിരെയും മുനമ്പം പോലീസ് കേസെടുത്തു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.